ഡൗൺ സ്റ്റേഴ്സ് നൽകിയിരിക്കുകയാണ്. സ്റ്റെപ്പുകൾ ഇറങ്ങിക്കൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഒരു ബോട്ടം ലെവലിലേക്ക് വരാൻ സാധിക്കും. ഈ ഭാഗത്താണ് നമ്മുടെ ഫാമിലി ലിവിംഗ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. സോഫയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ടൈപ്പ് മെറ്റീരിയൽസ് കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സോഫ പണിതിരിക്കുന്നത്. ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന നോക്കൂ, ഈ ഒരു പാർട്ടീഷൻ നമുക്ക് ഇതേപോലെ മൂവ് ചെയ്തിട്ട് ആ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും. സോ ഓരോ ലൈറ്റിങ്ങിന്റെ കേസ് നോക്കുകയാണെങ്കിൽ കിച്ചൺ വെൽ ലൈറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് കിച്ചണിന് സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്. അതിലും ഭംഗിയുള്ള ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആർക്കിടെക്റ്റുകളെ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഇൻറ്റീരിയർ പ്രൊഡക്ഷൻ കമ്പനിയാണ്. എന്താണ് ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്ന് വെച്ചാൽ, നമ്മളൊരു ആർക്കിടെക്റ്റിനെ നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ വർക്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹയർ ചെയ്യുന്ന സമയത്ത് അവർ നമുക്ക് ചെയ്തു തരുന്നത് പ്ലാന്, ഡിസൈൻ, അതിൻ്റെ സൂപ്പർവിഷൻ തുടങ്ങിയിട്ടുള്ള സർവീസുകളാണ്. എന്നാൽ ഇത് കൃത്യമായിട്ട് നമ്മുടെ വീട്ടിൽ എക്സിക്യൂട്ട് ചെയ്തു തരാനും നമുക്ക് വിശ്വസിച്ച് പണി ഏൽപ്പിക്കാനും പറ്റുന്ന ഒരു കമ്പനിയാണ് നമ്മൾ ഒരു പ്രൊഡക്ഷൻ കമ്പനി എന്ന് വിളിക്കുക. അത്തരത്തിലുള്ള ഒരു കമ്പനി വർക്ക് ചെയ്തിരിക്കുന്ന വീട്ടിലാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത്. ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാ ഇന്റീരിയർ വർക്കുകളും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. അതിന്റെ മെറ്റീരിയൽ ക്വാളിറ്റി, സ്പെസിഫിക്കേഷൻസ് എല്ലാം ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൈ ബെറ്റർ ഹോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡീറ്റെയിലിംഗിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ വീട് എങ്ങനെയാണ് സ്പേസ് പ്ലാനിങ് ചെയ്തിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ലിവിങ് സ്പേസിലാണ്. മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലിവിങ് സ്പേസ് ആണിത്. കസ്റ്റമൈസ്ഡ് ആയിട്ടാണ് സോഫകളൊക്കെ ചെയ്തിരിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് വാളിൽ ഒരു TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നേരെ പാസേജ് സ്പേസിലൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു ഡൈനിങ് സ്പേസിലേക്കാണ് വരാൻ സാധിക്കുക. 10 പേർക്ക് ഇരിക്കാവുന്ന വലിയൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഡൈനിങ് സ്പേസിൽ തന്നെയാണ് അപ്സ്റ്റെയറിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ഓപ്പൺ കിച്ചൺ ഇവിടെ നൽകിയിട്ടുണ്ട്. മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു മോഡുലാർ കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ബെഡ്റൂമുകളും കിച്ചണും അതിലുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസും എല്ലാം നമുക്ക് കൃത്യമായി ഓരോന്നെടുത്ത് പഠിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഈ വീട്ടിൽ പ്രൊഡക്ഷൻ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ പ്രൊഡക്ഷൻ കമ്പനിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇവരാണ് ഈ വീട്ടിൽ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ലേസ്പാസിയോയുടെ ഡയറക്ടേഴ്സാണ് ഇവർ 3 പേരും. നമസ്കാരം. നമസ്കാരം. പേരുകളൊക്കെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിചയപ്പെടുത്തുമോ? എൻ്റെ പേര് അഫ്ലഹ് എന്നാണ്. ഇത് ബദറുദ്ദീൻ, ഇത് അഭിനന്ദ്. കമ്പനിയുടെ പേര് ലേസ്പാസിയോ ഇൻസ്പേസ് ആൻഡ് എക്സ്റ്റീരിയേഴ്സ്. വലിയ പേരാട്ടോ. പക്ഷേ പൊതുവെ അറിയപ്പെടുന്നത് ലേസ്പാസിയോ എന്നുള്ള ഒരു ബ്രാൻഡ് നെയിമിലാണ് നിങ്ങൾ അറിയപ്പെടുന്നത്. അതെ അതെ. ഇപ്പോൾ ഇന്റീരിയർ ഫീൽഡിൽ എത്ര വർഷമായിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ട്? ഞങ്ങൾ 2020 നവംബറിലാണ് ഞങ്ങൾ ഫേം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 ഇയർ ആവാൻ പോകുന്നുണ്ട്. അതെ അതെ അതെ. അപ്പോൾ നിങ്ങൾ തമ്മിൽ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ബിസിനസ്സുമായിട്ട് ചേർന്ന് പരിചയപ്പെട്ട് വന്നതാണ്? ഇല്ലല്ല, ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ഞാനും അഭിനന്ദ് ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ്. ബദറുദ്ദീൻ ഇദ്ദേഹം ആറ്റിങ്ങ ബേസ് ചെയ്ത് ഏകദേശം 10-30 വർഷമായിട്ട് കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ എഞ്ചിനീയർ ആണ്. അതുകൂടാതെ 2006 ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ വേറെ കമ്പനിയിൽ ഒരു 2 ഇയർ സൈറ്റ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പഴയ ബോസാണ്. അതെ അതെ. അപ്പോൾ അന്ന് മുതലേ ഉള്ള ബന്ധമുണ്ട്, ഒരു സഹോദര ബന്ധമാണുള്ളത്. പിന്നെ 2008 ഞാനും അഭിനന്ദും വിദേശത്ത് പോണത്. ഞാൻ UAE-ലായിരുന്നു 12 വർഷം. അഭിനന്ദ് സൗദിയിൽ 12 വർഷം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 2019 നമുക്കിങ്ങനെ ഒരു തോട്ട് വരുന്നത്. ഞാനൊരു ഇൻറ്റീരിയർ ഫീൽഡിലാണ് ഈ 12 വർഷം വർക്ക് ചെയ്തിരുന്നത്. എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ നമുക്കിങ്ങനെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്നുള്ള ആ ഒരു തോട്ടിലാണ് ഞങ്ങൾ ഇതിൻ്റെ പ്രാരംഭ നടപടികൾ തുടങ്ങിയത്. അതെ. ഇപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇന്റീരിയർ പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾക്ക് മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫുൾ പ്രൊഡക്ഷൻ ടീമല്ലേ നിങ്ങളുടെ? അതെ അതെ. കൊല്ലം ജില്ലയിൽ പാരിപ്പള്ളി എഴുപ്പുറം എന്ന സ്ഥലത്താണ് നമ്മുടെ ഫാക്ടറിയും ഓഫീസും എല്ലാം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്ഷനും ഫാക്ടറിയിൽ നിന്ന് തന്നെ പ്രൊഡക്ഷൻ ചെയ്ത്
സൈറ്റിൽ ചെന്ന് ജസ്റ്റ് എക്സിക്യൂഷൻ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 80 to 90% വർക്കുകളും ഫാക്ടറിയിൽ നിന്ന് തന്നെ ഫിനിഷ് ചെയ്ത് പാക്ക് ചെയ്ത് നമ്മളെ വണ്ടിയിൽ സൈറ്റിൽ ഡെലിവറി ചെയ്യണം. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിൽ ഇൻറ്റീരിയർ വർക്കിൻ്റെ സമയത്ത് പൊടി ബഹളം അങ്ങനത്തെ പരിപാടികളൊക്കെ വളരെ കുറവായിരിക്കും. എക്സിക്യൂഷൻ്റെ സമയത്ത് നിങ്ങൾ വന്ന് എക്സിക്യൂട്ട് ചെയ്ത് പോവുക. പിന്നെ ചെറിയ വർക്കുകളൊക്കെ സൈറ്റിൽ നിന്ന് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതായിരിക്കും നടക്കുന്നുണ്ടാവുക. അതെ അതെ, ഓൾമോസ്റ്റ് എല്ലാ വർക്കും നമ്മൾ അവിടെ നിന്ന് തീർത്ത് ഇവിടെ വന്ന് ജസ്റ്റ് ഫിക്സിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു പ്രോമിസും അതാണ്, സൈറ്റിൽ ഈ പൊടി കട്ടിങ് ശല്യങ്ങൾ അങ്ങനെ നമ്മളെ ഭാഗത്തുനിന്ന് യാതൊന്നും ഉണ്ടാവത്തില്ല. നമ്മളെ വർക്കേഴ്സ് എല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള വർക്കേഴ്സാണ്. അവർ വരുന്നു, ഡ്രോയിങ്സും ഡിസൈൻസും എല്ലാം നോക്കി അതിനനുസരിച്ചിട്ടെല്ലാം ഫിക്സ് ചെയ്യുന്നു. ഈവനിങ്ങിലെല്ലാം ക്ലീൻ ചെയ്ത് പഴയതുപോലെ ആക്കിയിട്ട് അവർ തിരിച്ചു പോകും. ഓക്കെ, എന്തായാലും ഈ ഒരു വർക്ക് അത്യാവശ്യം സ്ക്വയർ ഫീറ്റ് വരുന്ന ഏരിയാസ് ആട്ടോ. നിങ്ങൾക്ക് ബെഡ്റൂമുകളൊക്കെ കണ്ടാൽ മനസ്സിലാവും, അല്ലെങ്കിൽ ഇവിടുത്തെ കോമൺ സ്പേസുകളൊക്കെ അത്യാവശ്യം വലിയ ഏരിയാസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഇൻറ്റീരിയർ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്കോപ്പ് ഓഫ് വർക്ക് ഉള്ളതാണ്. ഒത്തിരി മെറ്റീരിയൽസ് പുതിയതായിട്ട് ഈ വീഡിയോയിൽ ആളുകൾക്ക് പരിചയപ്പെടുത്താനും നമുക്ക് സാധിക്കും. ഇവരുടെ സർവീസുകളെ കുറിച്ചും ഇവരുടെ മെറ്റീരിയൽ ക്വാളിറ്റിയെ കുറിച്ചും മറ്റ് ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഇനിയും നമുക്ക് സംസാരിക്കാനുണ്ട്. അതിനു മുമ്പ് ഈ വീട്ടിൽ അവർ ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയർ പ്രൊജക്റ്റ് വർക്കുകളൊക്കെ നമുക്ക് 1 by 1 ആയിട്ട് ഡീറ്റെയിലിംഗ് ആയിട്ടൊന്ന് കണ്ടിട്ട് വരാം. സോ നമുക്ക് ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള ഈ ഒരു ഗ്ലാസ് പാർട്ടീഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന നോക്കൂ, ഈ ഒരു പാർട്ടീഷൻ നമുക്ക് ഇതേപോലെ മൂവ് ചെയ്തിട്ട് ആ ഒരു പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ സാധിക്കും കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയർ സീനിനനുസരിച്ചിട്ട് നമുക്ക് ഇതിങ്ങനെ ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് വരുന്നത്. ഈ കാണുന്ന ബോർഡേഴ്സ് PVD കോട്ടഡ് ആയിട്ട് വരുന്ന മെറ്റലാണ് നൽകിയിരിക്കുന്നത്. സെൻറ്ററിൽ ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ്. PVD കോട്ടഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കാലം ലാസ്റ്റ് ചെയ്യുന്ന ഗോൾഡൻ പ്ലേറ്റിങ്ങിനെയാണ് നമ്മൾ PVD കോട്ടിംഗ് എന്ന് വിളിക്കുക. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സോഫ സീറ്റേഴ്സ് ആണ് ലിവിങ് സ്പേസിൽ നൽകിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ലിവിങ് സ്പേസിനനുസരിച്ച് ഇവർ അളവെടുത്തിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഡിസൈൻ ബേസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ സോഫ നിർമ്മിക്കുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2 ടൈപ്പ് മെറ്റീരിയൽസ് കോമ്പിനേഷൻ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടാണ് സോഫ പണിതിരിക്കുന്നത്. നമ്മൾ ഈ പില്ലോയിൽ കൊടുത്തിരിക്കുന്നത് റെക്സിനാണ്. സെയിം റെക്സിന് നമുക്ക് സോഫയുടെ അടിഭാഗത്ത് കാണാൻ സാധിക്കും. ഹാൻഡ് റെസ്റ്റിൻ്റെ ഭാഗത്ത് ഇവിടെ ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ ആംചെയറിൻ്റെ ഭാഗത്താണെങ്കിൽ ആംചെയറിൻ്റെ ബാക്ക് സൈഡിലും ഇതേപോലെ ആ ഒരു റെക്സിൻസ് കാണാൻ സാധിക്കും. എന്നാൽ നമ്മൾ ഇരിക്കുന്ന ഭാഗമുണ്ട്, ഈ ഭാഗം, ഇതൊക്കെ നമ്മൾ ഫാബ്രിക് ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഫാബ്രിക് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇരിക്കുമ്പോൾ സിറ്റിംഗ് കംഫർട്ട് കൂടുതലാണ്. നമ്മൾ ഇരിക്കുമ്പോൾ സോഫയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദേഹത്തേക്ക് ഒട്ടും തന്നെ ചൂട് അനുഭവപ്പെടില്ല എന്നുള്ളതാണ്. സോ ഒരു കസ്റ്റമർക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് അവർ ലിവിങ് റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. വാൾ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. വാൾ പാനലിംഗിലേക്ക് വരികയാണെങ്കിൽ ഇതേപോലെ ഗോൾഡൻ പ്ലേറ്റിങ്ങും അതോടൊപ്പം ലാമിനേഷനുമാണ് അവർ പാനലിംഗിന് യൂസ് ചെയ്തിരിക്കുന്നത്. WPC ലൂവേഴ്സ് ആണ് ഈ ഭാഗത്ത് നൽകിയിരിക്കുന്നത്. എല്ലാ പാനലിംഗ് വർക്കുകളും 2mm എഡ്ജ് ബാൻഡ് ചെയ്ത് ഫാക്ടറി ഫിനിഷ് ആയിട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരികയാണെങ്കിൽ TV യൂണിറ്റിൻ്റെ ഡിസൈനാണ്. നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു TV യൂണിറ്റ് ഡിസൈനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഈ ഒരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു ലൂവർ പാറ്റേൺ ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആക്ച്വലി നമ്മൾ ദൂരം നോക്കിയ സമയത്ത് ഞാൻ കരുതിയത് WPC ലൂവേഴ്സിനാണ്. പക്ഷേ ഇവരുടെ ഫാക്ടറിയിൽ തന്നെ പ്ലൈവുഡ് യൂസ് ചെയ്ത് അതിനെ ലാമിനേറ്റ് ചെയ്ത് എഡ്ജ് ബാൻഡ് ചെയ്ത് പെർഫെക്ഷനോടുകൂടെ ചെയ്തിരിക്കുന്ന ആ ഒരു ലൂവർ പാറ്റേൺ ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കളർ തീമിനോട് മാച്ച് ചെയ്യുന്ന രീതിയിൽ തന്നെ സെയിം ലാമിനേറ്റ് ഈ ഒരു ഭാഗത്തും യൂസ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ബാക്കിൽ യൂസ് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ്സ് ആണ്. അതിന് മുമ്പിലാണ് TV യൂണിറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. ഏറ്റവും ബോട്ടം സൈഡിൽ ഒരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഷട്ടേഴ്സിന് ഇതേപോലെ തന്നെ നേരത്തെ നമ്മൾ പാർട്ടീഷനിൽ കണ്ടതുപോലെ തന്നെ ഒരു ഗോൾഡൻ ബോർഡർ നൽകിയിരിക്കുന്നു. നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ അവൻ ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു ലിവിങ്ങിലെ സോഫയിലായിരിക്കും. അതിനുശേഷം അവരുടെ കണ്ണുകൾ പോകുന്ന ഭാഗത്തിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സീലിംഗ് എന്ന് പറയുന്നത്. ലിവിങ്ങിലെ സീലിംഗ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുള്ളത് ആ ഒരു ഗോൾഡൻ പ്ലസ് വുഡ് കോമ്പിനേഷൻ ആണ് സീലിംഗിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ജിപ്സം സീലിംഗ് അതിന് വേണ്ടിയിട്ട് ജിപ്സം ബോർഡുകളും ഉപയോഗിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ് ലിവിങ്ങിൽ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നേരെ നമ്മൾ കടന്നു പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് സ്പേസ് ആണ് ഈ വീട്ടിൽ വന്നിട്ടുള്ളത്. വലിയ ഓപ്പണിങ്സുകളൊക്കെ നൽകിയിരിക്കുന്നു. ആ ഭാഗത്ത് കേർട്ടൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഡബിൾ ട്രാക്ക് കേർട്ടൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു ബ്ലാക്ക് ഔട്ട് കേർട്ടൻ, അതേപോലെ തന്നെ ഒരു ഷിയർ കേർട്ടൻ ഉപയോഗിച്ചിരിക്കുന്നു. ഡൈനിങ് ടേബിളിൻ്റെ ഡീറ്റെയിലിംഗിലേക്ക് വരികയാണെങ്കിൽ 10 പേർക്ക് ഇരിക്കാവുന്ന ഒരു ഡൈനിങ് ടേബിൾ സെറ്റാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി കുറച്ച് വലുതാണ്. നമ്മുടെ സിബ്ലിങ്സ്, നമ്മുടെ സഹോദരങ്ങളുടെയൊക്കെ എണ്ണം, അവരുടെ മക്കൾ, അവരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാവർക്കും കൂടെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയൊരു ഡൈനിങ് ടേബിൾ സെറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് നൽകിയിരിക്കുന്നത് ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ്. വുഡൻ ലെഗ് ആണ് ടേബിളിന് നൽകിയിട്ടുള്ളത്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ടേബിളിൻ്റെ ലെഗിന് കൊടുത്തിരിക്കുന്നത്.
ഡൈനിങ് സ്പേസിൽ തന്നെ വലിയൊരു ക്രോക്കറി യൂണിറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ മുഴുവൻ ഫ്ലൂട്ടഡ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ള ഷട്ടേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഭംഗിയുള്ള പാത്രങ്ങൾ നമ്മൾ അതിനകത്ത് കൊടുക്കുന്ന സമയത്ത് ആ ഫ്ലൂട്ടഡ് ഗ്ലാസ്സിനകത്തൂടെ പാത്രങ്ങൾ കാണുമ്പം നല്ല ഭംഗിയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഡൈനിങ് സ്പേസിൽ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ലൈറ്റ് നോക്കൂ, മനോഹരമായിട്ടുള്ളൊരു ലൈറ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ളൊരു സീലിംഗ് വർക്കാണ് ഡൈനിങ് സ്പേസിന് വേണ്ടിയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഡൈനിങ് സ്പേസിൻ്റെ വാഷ് ബേസിൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്താണ്. ഡൈനിങ് സ്പേസിൽ നിന്ന് ഡയറക്റ്റ് വിസിബിലിറ്റി ഇല്ലാത്തൊരു സ്പേഷ്യസ് അറേഞ്ച്മെൻ്റ് ആണ് വാഷ് ബേസിന് സെറ്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ബേസിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു മിറർ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മളിവിടെ ഫ്ലോറിൽ കൊടുത്തിരിക്കുന്ന സെയിം ടൈൽ പാറ്റേൺ തന്നെ ബാക്ക് വേൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം പാറ്റേൺ തന്നെ നമുക്ക് ഫ്ലോറിലും ഈ ഭാഗത്ത് കാണാൻ സാധിക്കും. അത് ആ ഒരു പ്രത്യേക ഹൈലൈറ്റഡ് ആയി നിൽക്കുന്ന ഭാഗത്ത് മാത്രം ഒരു ഡിസൈനർ ടൈപ്പ് ടൈലുകൾ യൂസ് ചെയ്തിട്ടൊരു ഫ്ലോറൽ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ദ ഡിസൈൻ റൂം എന്ന് പറയുന്ന ആർക്കിടെക്ചറൽ സ്ഥാപനമാണ് ഈ വീടിൻ്റെ ഡ്രോയിങ്സും കാര്യങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരികയാണെങ്കിൽ ലേസ് പാസിയോ ആണ് ഈ വീടിൻ്റെ ഇൻറ്റീരിയർ പ്രൊഡക്ഷൻ മുഴുവനായിട്ട് ചെയ്തിരിക്കുന്നത്. ഇൻഹൗസ് ഡിസൈനിങ്ങും അതേപോലെ ഇൻറ്റീരിയർ പ്രൊഡക്ഷനുമുള്ള സ്ഥാപനമാണ് ലേസ് പാസിയോ. സോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ കിച്ചണിലാണ്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് ഫ്ലോറിംഗ് മെറ്റീരിയൽ ചേഞ്ച് ആയി. ഈ ഒരു ഭാഗത്ത് വിട്രിഫൈഡ് ടൈലായിരുന്നു ഉപയോഗിച്ചെങ്കിൽ നേരെ ഈ ഭാഗത്ത് വരികയാണെങ്കിൽ ഒരു വുഡൻ ടൈപ്പ് ടൈലിലേക്ക് വന്നു. അതിൽ തന്നെ ചെറിയ പ്ലാൻ സൈസിൽ വരുന്ന ടൈലുകൾ ഗ്ലാസ് എപ്പോക്സി നൽകിയിട്ടാണ് കിച്ചണിൽ നൽകിയിരിക്കുന്നത്. കിച്ചണിൻ്റെ ക്യാബിനറ്റ്സിലേക്കൊക്കെ വരികയാണെങ്കിൽ മറൈൻ പ്ലൈ യൂസ് ചെയ്തിട്ടാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത്. അതിൽ ലാമിനേഷനായിട്ട് അക്രിലിക് ലാമിനേഷനാണ് നൽകിയിരിക്കുന്നത്. കൗണ്ടർ ടോപ്പായിട്ട് ക്വാഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിൽ ഒരു ഐലൻഡ് ടേബിൾ കൂടെ നൽകിയിട്ടുണ്ട്. മുകൾ ഭാഗത്തൊക്കെ സ്റ്റോറേജ് സ്പേസ് വരുന്നു. അതിനൊക്കെ അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ് വരുന്നുണ്ട്. സോ ഓവറോൾ ലൈറ്റിങ്ങിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ കിച്ചൺ വെൽ ലൈറ്റഡ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയാണ് സിങ്കിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഹുഡ് ആൻഡ് ഹോബ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്താണ്. നേരെ ഈ ഭാഗത്താണ് റെഫ്രിജറേറ്റർ, ഓവൻ, OTG തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഡിലീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ഏരിയ സ്പേസ് ഈ ഭാഗത്തുണ്ട്. നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഫുഡിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ ക്യാമറയായിട്ട് അകത്തേക്ക് പോകുന്നില്ല. ഇവിടെ ഒരു ക്രോക്കറി യൂണിറ്റ് കിച്ചണിന് സെപ്പറേറ്റ് നൽകിയിട്ടുണ്ട്. അതിലും ഭംഗിയുള്ള ഒരുപാട് പാത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നോർമൽ ഒരു വീട്ടിൽ കാണാത്ത തരത്തിലുള്ള പല പ്ലാനിങ് അറേഞ്ച്മെൻറ്റ്സും ഈ വീട്ടിൽ എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫീച്ചറാണ് ഈ കാണുന്ന ഡൗൺ സ്റ്റെയർസ്. നമ്മുടെ ആ ഒരു കോമൺ ഏരിയയിൽ നിന്നും കുറച്ച് ഡൗൺ സ്റ്റെപ്പുകൾ നൽകിക്കൊണ്ട് ഒരു സെപ്പറേറ്റ് ഫാമിലി ഏരിയ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ഇൻറ്റീരിയർ കോർട്ട്യാർഡ് സ്പേസ് എന്നൊക്കെ നമുക്ക് വിളിക്കാവുന്ന ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള നല്ലൊരു വൈബുള്ളൊരു ഏരിയ ആണ്. വലിയൊരു വാള് കൊടുത്തിരിക്കുന്നു. അതിൽ മുഴുവൻ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ആ വാളിൻ്റെ ഹൈറ്റ് നോക്കുക, ബിൽഡിങ്ങിൻ്റെ ഡബിൾ ഹൈറ്റിനോളം വലുപ്പമുള്ള വലിയൊരു വാളാണ് നമുക്ക് കാണാൻ സാധിക്കുക. അതിൻ്റെ റൂഫിലേക്ക് നോക്കുക നിങ്ങൾ, നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ആകാശം കാണാൻ സാധിക്കുന്നുള്ളതാണ് പ്രത്യേകത. റിയൽ ഗ്ലാസ് റൂഫിംഗ് ആണ് മുകളിൽ നൽകിയിരിക്കുന്നത്. ട്രസ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് നൽകിയിട്ട് അവർ റൂഫിംഗ് മുഴുവനായിട്ട് ഗ്ലാസ് റൂഫിംഗ് ആക്കി മാറ്റിയിരിക്കുന്നു. മാത്രമല്ല ഈ ഭാഗത്ത് വലിയ വിൻഡോ നൽകിയിട്ടുണ്ട്. അതും ഡബിൾ ഹൈറ്റിലേക്ക് വരുന്ന വലിയ വിൻഡോ നൽകിയിരിക്കുന്നു. ഒരു ബീം മാത്രമാണ് സെൻറ്ററിൽ കാണാൻ പറ്റുന്നത്. ബാക്കിയുള്ള എല്ലാ ഭാഗത്തും അലുമിനിയം വിൻഡോസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. സോ വീടിനകത്തേക്ക് നല്ല രീതിയിൽ നാച്ചുറൽ ലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഈ ഒരു ഏരിയ വീട്ടിലൊരു പർപ്പസ് നൽകുന്നുണ്ട്. ഫാമിലി ലിവിങ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ സോഫ സീറ്റേഴ്സ് ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആർക്കിടെക്ട്സുകൾ സോഫയുടെ ഡിസൈൻസ് എങ്ങനെയാണോ വരച്ച് നൽകിയിരിക്കുന്നത് സെയിം എക്സാക്റ്റ് സോഫ സൈറ്റിൽ പണിത് നൽകുക എന്നുള്ളതാണ് ലേസ് പാസിയോയുടെ വർക്ക് എന്ന് പറയുന്നത്. അതേ രീതിയിൽ തന്നെ സോഫാസ് ഒരു ബട്ടൺ ടൈപ്പിലുള്ള സോഫ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഭംഗിയുള്ള ഒരു സെൻറ്റർ ടേബിൾ ഇവിടെ നൽകിയിട്ടുണ്ട്. വലിയൊരു കാർപ്പറ്റാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ ഒരു സ്പേസ് വലുതായതുകൊണ്ട് തന്നെ ഈ ഒരു കാർപ്പറ്റിൻ്റെ വലുപ്പം ആ ഒരു സ്പേസിനോട് മാച്ച് ചെയ്യുന്നുണ്ട്. സീലിങ്ങിൻ്റെ ഡിസൈനിലേക്ക് നോക്കും നിങ്ങൾ, വാൾപേപ്പേഴ്സ് സീലിങ്ങിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൽ തന്നെ ലീനിയർ ലൈറ്റുകൾ കൊടുത്തുകൊണ്ട് മനോഹരമായിട്ടുള്ള ഒരു ലൈറ്റിംഗ് അതിൽ നൽകിയിട്ടുണ്ട്. സൈഡ് ഭാഗങ്ങളിലൊക്കെ ലൂവർ പാറ്റേണുകൾ പോകുന്നത് നമുക്ക് കാണാം. കോവ് ലൈറ്റിൻ്റെ ഒരു ഓറ നമുക്ക് ആ ലൂവർ പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടൊരു ഷൈനിങ് ആയിട്ടൊരു സ്പേസ് കാണാൻ സാധിക്കും. മാത്രമല്ല മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും നമുക്ക് സീലിങ്ങിൽ കാണാൻ സാധിക്കും. ഫാമിലി ലിവിങ് സ്പേസിൽ TV യൂണിറ്റ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ നമുക്കൊന്ന് പരിചയപ്പെടാം.
ഒരു സെറാമിക് ഫിനിഷ് വരുന്ന ടൈലിൻ്റെ ഒക്കെ ഫിനിഷ് വരുന്ന തരത്തിലുള്ള ലാമിനേറ്റ്സ് ആണ് വാളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു കറക്റ്റ് ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ പാറ്റേൺ ആണ് ആ ഒരു ലാമിനേറ്റിൽ കാണാൻ സാധിക്കും. സ്പെഷ്യലി നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പ് ലാമിനേഷൻ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാനലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. ടി വിയിൽ, ഫാമിലി ലിവിങ് സ്പേസിലെ ടി വിയിൽ ഇപ്പം CCTV മോണിറ്ററായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അത് ടി വിയിലേക്ക് സ്വിച്ച് ചെയ്യാനും സാധിക്കും. ഇനി നമുക്ക് ബെഡ്റൂമുകൾ പരിചയപ്പെടാം. ഈ വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 3 ബെഡ്റൂമുകളാണുള്ളത്. അതിൽ മാസ്റ്റർ ബെഡ്റൂമായിട്ട് നൽകിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് മാസ്റ്റർ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത്. 7 മീറ്റർ ആണ് മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ലെങ്ത് തന്നെ വരുന്നത്. 4 മീറ്റർ ആണ് വിഡ്ത്ത് വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും അത്യാവശ്യം നല്ല സൈസുള്ളൊരു മാസ്റ്റർ ബെഡ്റൂമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ കിങ് സൈസിൽ വരുന്ന ഒരു ബെഡാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ വലിയ ഹെഡ് ബോർഡ് നൽകിയിരിക്കുന്നു. ഒരു ലക്ഷറി ഫീൽ ലഭിക്കുന്ന തരത്തിലാണ് ആ ഒരു ലാർജ് ഹെഡ് ബോർഡ് ബെഡിന് നൽകിയിട്ടുള്ളത്. സെയിം കുഷൻ വർക്ക് ബാക്ക് വാളിൽ ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ആ ഒരു ഗോൾഡൻ ബീഡിങ് കൂടെ വലിയ വീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. 2 ഭാഗത്തും ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഗോൾഡൻ കളറ് ലക്ഷറിയെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു. അതേപോലെ ഈ ഒരു ഫാബ്രിക് മോഡേൺ സ്റ്റൈലിനെയും റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സോഫ സീറ്റർ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. അതിലും നേരത്തെ നമ്മൾ ഹെഡ് ബോർഡിൽ പറഞ്ഞതുപോലെ തന്നെ ഗോൾഡൻ പ്ലസ് ഫാബ്രിക്കിൻ്റെ കളർ കോമ്പിനേഷൻ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് റിലാക്സ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വന്നിരുന്ന് TV കാണാൻ സാധിക്കും. ചെയറുകൾ നൽകിയിട്ടുണ്ട്. സോ സ്വന്തമായിട്ട് ബെഡ്റൂമിൽ ഒരു സോഫയും ചെയറൊക്കെ ഇടാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം വലുപ്പമുള്ള റൂമാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിൽ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്യാൻ സാധിക്കും. TV യൂണിറ്റ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കാണാം. ഈ ഒരു 2 സൈഡിലും ഗ്ലാസ് പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ചെറിയ പീസസ് ഗ്ലാസസ് ഇതേപോലെ ഒരു പാനലിംഗ് പോലെ നൽകിയിരിക്കുകയാണ്. ഇതിൽ തന്നെ ഒരു ഗോൾഡൻ പ്ലേറ്റിംഗ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ബ്ലാക്ക് ലാമിനേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ലക്ഷറി ഫിനിഷ് ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സിന് സാധിച്ചിട്ടുണ്ട്. ഈ റൂമിൽ ബേ വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ. ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നൽകിയിട്ടുണ്ട്. കർട്ടൻ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്തെ കോർട്ട്യാർഡിനകത്തുള്ള ഫ്രഷ് എയറും കാറ്റും ഒക്കെ നമുക്ക് വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. വാർഡ്രോബ് സ്പേസ് ഞാൻ കാണിച്ചു തരാം. സെപ്പറേറ്റ് ഒരു വാർഡ്രോബ് സ്പേസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്താണ് വാർഡ്രോബും അറ്റാച്ച്ഡ് ടോയ്ലറ്റ് നൽകിയിരിക്കുന്നത്. വലിയൊരു സ്പേസ് ഇതിനകത്തേക്ക് നമുക്ക് കാണാൻ സാധിക്കും. വാർഡ്രോബിൻ്റെ ഡോറുകളെല്ലാം ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് നൽകിയിട്ടുള്ളത്. ഒരു മോഡേൺ സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ ഇത്തരത്തിലുള്ള ഫ്ലൂട്ടഡ് ഗ്ലാസ്സുകൾ സഹായിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ ലൈറ്റ് നൽകിയിട്ടുണ്ട്. സോ ആ ഒരു എഫക്റ്റ്, ലൈറ്റ് എഫക്റ്റ് വരുന്ന സമയത്ത് നല്ല ഭംഗിയിൽ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. മോൾ ഭാഗത്തൊക്കെ സ്റ്റോറേജ് യൂണിറ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. FRP ഡോറാണ് ബാത്റൂം ഡോറായിട്ട് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം ആട്ടോ. ബാത്ത് ഡപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ സെറ്റപ്പിലാണ് ബാത്റൂം ഒക്കെ ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷിൽ റസ്റ്റിക് ഫിനിഷ് വരുന്ന ടൈലാണ് വാളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂം കാണാം. ഓരോ ബെഡ്റൂമുകളും ഓരോ സ്റ്റൈലിലാട്ടോ ചെയ്തിട്ടുള്ളത്. ഇതാണ് ഗസ്റ്റ് ബെഡ്റൂം ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒരു അറേബ്യൻ ക്ലാസിക് സ്റ്റൈലിലാണ്. എന്ത് ഭംഗിയാണ് നോക്കൂ. കട്ടിലിൻ്റെ ഹെഡ് ബോർഡൊക്കെ വലിയൊരു ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നു. അതിൽ തന്നെ ക്ലാസിക് ആയിട്ടുള്ള മോൾഡിംഗ് വർക്കുകളൊക്കെ സെറ്റാക്കി കാർവിംഗ് വർക്കുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. PU പെയിൻറ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിനിഷിങ്ങിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഇതേപോലെ റെക്സിൻ കവേർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാക്കിൽ ടെക്സ്ചർ പെയിൻറ് നൽകിയിട്ടുണ്ട്. ഒരു അറേബ്യൻ പാറ്റേൺ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ മൾട്ടിവുഡിൽ CNC വർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു പാറ്റേൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു ലക്ഷറി ഫീല് ഈ ഒരു റൂമിൽ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. നേരെ മുകളിൽ സീലിംഗിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു അറേബ്യൻ സ്റ്റൈല് ഷാൻലിയർ ലൈറ്റ് ആണ് ഇവിടെ സീലിംഗിൽ നൽകിയിരിക്കുന്നത്. ഗ്രീൻ പ്ലസ് ഗോൾഡൻ കോമ്പിനേഷൻ വരുന്ന സമയത്ത് ആ ഒരു ലക്ഷറി ഫിനിഷ് നമുക്ക് സീലിംഗിൽ നല്ല രീതിയിൽ വിസിബിൾ ആവുന്നുണ്ട്. മാത്രമല്ല സീലിംഗിൻ്റെ ഡിസൈനും ഒരു ക്ലാസിക് ഡിസൈൻ ആണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കൺസോൾ ടേബിളിൻ്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ നല്ല ഭംഗിയുള്ള ഒരു ആംബിയൻസിലാണ് ഈ ഒരു ടേബിൾ പണിതിരിക്കുന്നത്. മരത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതിൽ PU പെയിന്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലെഗിലൊക്കെ നമുക്ക് ക്ലാസിക് കാർവിംഗ് വർക്കുകളൊക്കെ കാണാൻ സാധിക്കും. നേരെ ഇതിൻ്റെ ബാക്കിലെ വാള് നോക്കുകയാണെങ്കിലും മിറേഴ്സ് ആണ്. ചെറിയ ചെറിയ മിറേഴ്സ് ഇങ്ങനെ വാളിൽ കൊടുത്തിരിക്കുകയാണ്. ഇവിടെയൊക്കെ ക്ലാസിക് മോൾഡിങ്ങുകൾ നൽകിയിട്ടുണ്ട്. ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു TV യൂണിറ്റും അതിൻ്റെ കൺസോൾ യൂണിറ്റും ഉണ്ട്. 2 ചെയറുകൾ നൽകിയിട്ടുണ്ട്. ചെയറുകളെല്ലാം ഇതേപോലെ PU പെയിന്റിലാണ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ കുഷൻ വർക്കുകളും ചെയ്തിട്ടുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് വാർഡ്രോബ് സ്പേസ്. വാർഡ്രോബ് ഒരു മോഡേൺ സ്റ്റൈലിലാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫ്ലൂട്ടഡ് ഗ്ലാസ് ആണ് വാർഡ്രോബിൽ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം ലാമിനേറ്റുകളും കോമ്പിനേഷൻ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഇവിടെ വലിയൊരു മിറർ ഏരിയ നൽകിയിരിക്കുന്നു.
നമുക്ക് ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് ഫുൾ ലെങ്ത്തിൽ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിന്റെ ഡിസൈൻ നമുക്ക് കാണാം. ഒരു ബാത്റൂം കണ്ട് നമ്മൾ ഞെട്ടിയതാണ്. ഈ ഒരു ബാത്റൂമിന്റെ ഡിസൈനിലേക്ക് വരികയാണെങ്കിൽ വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ ഒരു ചെറിയ വാള് വെച്ച് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡ്രൈ ഏരിയ ഈ ഒരു ഭാഗത്ത് ക്ലോസറ്റ് സെറ്റ് ചെയ്ത് നൽകിയിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് ബ്രഷ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു വാനിറ്റി കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഒരു ബാത്റൂമുകൾക്കൊക്കെ ഞാൻ കണ്ട സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹൈറ്റ് ഈ ഒരു ബാത്റൂമുകൾക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള കഞ്ചഷനും ഇല്ലാതെ നമുക്ക് ഈ ടോയ്ലറ്റുകൾ യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മൂന്നാമത്തെ ബെഡ്റൂമാണ്. മെഹറിൻ വില്ലയുടെ മൂന്നാമത്തെ ബെഡ്റൂം. ഈ വീടിൻ്റെ പേര് വെച്ചിരിക്കുന്നത് മെഹറിൻ വില്ല എന്നുള്ളതാണ്. നേരെ ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം. ഇത് പേരൻസ് ബെഡ്റൂം ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇവരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ താമസിക്കുന്നത് ഈ ഒരു മുറിയിലാണ്. മുറിയുടെ ഡിസൈൻ നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യുകയാണെങ്കിൽ കിങ് സൈസിൽ വരുന്ന ഒരു കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒരു ഓട്ടോമൻ ചെയർ ഈ ഭാഗത്ത് സെറ്റാക്കി നൽകിയിട്ടുണ്ട്. ഒരു സോഫ സീറ്ററും ഒരു ആം ചെയറും നൽകിയിരിക്കുന്നു. വാള് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ലാമിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അതിലും ഒരു ഗോൾഡൻ സ്ട്രിപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. സെൻറ്ററിൽ ഒരു മെറ്റൽ ആർട്ട് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഡിസൈനോട് മാച്ച് ചെയ്യുന്ന ഒരു ആർട്ടാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് കർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്. നേരെ സോഫ വരുന്നതിനോട് ചേർന്ന് തന്നെ ഒരു TV യൂണിറ്റ് ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിൽ ഇതേപോലെ തന്നെ 2mm എഡ്ജ് ബാൻഡ് ചെയ്തിട്ട് പാനലിങ് ചെയ്തിരിക്കുകയാണ്. അതിൽ ലൂവർ വരുന്നുണ്ട്, മിറർ ഏരിയ വരുന്നുണ്ട്, ലാമിനേറ്റുകൾ വരുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിലൊരു ഫ്യൂഷൻ സ്റ്റൈലിലാണ് ഈ ഒരു TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്റ്റോറേജ് സ്പേസ് ഒക്കെ നല്ല ഭംഗിയിൽ ലെങ്തി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. എല്ലാ റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണെന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. സോ ഈ ഭാഗത്ത് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നു. ഇവിടെ എല്ലാ റൂമിലും നമ്മൾ കണ്ടതുപോലെ വാർഡ്രോബും മിററും ഈ ഭാഗത്ത് അറ്റാച്ച്ഡ് ടോയ്ലറ്റുമാണ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ അപ്സ്റ്റെയറിലുള്ള കാഴ്ചകളാണ് കാണാൻ വേണ്ടി പോകുന്നത്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആണ് നൽകിയിരിക്കുന്നത്. സ്റ്റെപ്പുകൾക്കൊക്കെ മരത്തിന്റെ ത്രെഡുകൾ, സോളിഡ് വുഡ് തന്നെ നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കേസിൽ നിന്ന് നമ്മൾ നേരെ കയറി വരുന്നത് ഒരു അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ്. കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യിപ്പിച്ചിരിക്കുന്ന ഒരു ലോഞ്ചർ ടൈപ്പ് സോഫ ഇവിടെ നൽകിയിട്ടുണ്ട്. നല്ല ഭംഗിയിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയേണ്ട കാര്യം, ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് ഒരു സീ ത്രൂ ഏരിയ നൽകിയിട്ടുണ്ട്. അതിൽ വലിയൊരു ഷാൻലിയർ ലൈറ്റ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. നമുക്ക് വളരെ അടുത്ത് നിന്ന് ഈ ഒരു ഷാൻലിയർ ലൈറ്റ് കാണാൻ സാധിക്കണമെങ്കിൽ അപ്സ്റ്റെയറിൽ വരണം. ഇവിടെ നിന്ന് നമുക്ക് ആ ഒരു അതിൻ്റെ സൈസും അതിൻ്റെ ലൈറ്റിംഗ് എഫക്റ്റും അതിൻ്റെ ഓറയൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഈ വീടിൻ്റെ അപ്സ്റ്റെയറിൽ 3 ബെഡ്റൂമുകളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 3 നമുക്കൊന്ന് ഓടിച്ച് കാണാം. അതിന് മുമ്പ് ഇവിടെ ഒരു വർക്കിംഗ് ഏരിയ, സ്റ്റഡി ഏരിയ എന്നൊക്കെ പറഞ്ഞൊരു ഏരിയ, പിള്ളേർക്ക് പഠിക്കാനും ഇനിയിപ്പോൾ അത്യാവശ്യം വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് വർക്ക് ഫ്രം ഹോം ചെയ്യാനൊക്കെ പറ്റുന്ന രീതിയിൽ ഭംഗിയുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ഗ്രീൻ പ്ലസ് വൈറ്റ് കോമ്പിനേഷനാണ് അതിന് വേണ്ടി നൽകിയിരിക്കുന്നത്. ലൈറ്റിംഗ് എഫക്റ്റ് ഒക്കെ ഇവിടെ ക്യാബിനറ്റ് ലൈറ്റ് കൊടുത്തു. അടിയിൽ ഇതേപോലെ അണ്ടർ ക്യാബിനറ്റ് ലൈറ്റ് ഒക്കെ കൊടുത്ത സമയത്ത് നല്ല ഭംഗിയുള്ളൊരു ഏരിയ ആയിട്ട് ഇതിനെ മാറ്റിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ ഭാഗത്ത് ഒരു ബെഡ്റൂം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം സൈസ് വലുപ്പമുള്ളൊരു ബെഡ്റൂമാണ്. സാധാരണ രീതിയിൽ നമുക്ക് വലിയ വലുപ്പം എന്ന് പറയാം. പക്ഷേ ഈ വീട്ടിലെ മറ്റ് ബെഡ്റൂമുകളെ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇതൊരു മീഡിയം സൈസ് വലുപ്പമുള്ള ബെഡ്റൂമാണ്. നല്ല ഭംഗിയായിട്ട് ഒരു മോഡേൺ സ്റ്റൈലിൽ തന്നെയാണ് ഇത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കിങ് സൈസ് ബെഡ് നൽകിയിരിക്കുന്നു. 2 ഹാങ്ങിങ് ലൈറ്റുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്ചർ പെയിന്റ് ആണ് വാളിൽ നൽകിയിട്ടുള്ളത്. ഓപ്പോസിറ്റ് വാളിലാണ് TV യൂണിറ്റ് നൽകിയിരിക്കുന്നത്. ലാമിനേറ്റ് വിത്ത് ഗോൾഡൻ ലൈനിങ് ആണ് അതിൻ്റെ ഡിസൈൻ കോമ്പിനേഷൻ ആയിട്ട് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്ത് വാർഡ്രോബ് സ്പേസും അറ്റാച്ച്ഡ് ടോയ്ലറ്റുമാണ് നൽകിയിരിക്കുന്നത്. സിമിലർ ടൈപ്പിൽ വരുന്ന വാർഡ്രോബാണ് എല്ലാ ബെഡ്റൂമിലും നൽകിയിട്ടുള്ളത്. നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കണ്ടിട്ട് വരാം. അപ്സ്റ്റെയറിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇനി നമ്മൾ കാണുന്നത്. ഒരു മോഡേൺ സ്റ്റൈലിൽ അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്ന ബെഡ്റൂമാണ്. ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ഹെഡ് ബോർഡിൻ്റെ പാറ്റേൺ ആണ്. ഇവിടെ ഈ ഭാഗത്ത് വൈറ്റ് ലൂവേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. ഇവിടെ കുഷൻ ഉപയോഗിച്ച് സ്റ്റിച്ച് വർക്കുകൾ ഒരു ഗ്രിഡ് പാറ്റേൺ പോലെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. കിങ് സൈസിലാണ് ബെഡ് നൽകിയിട്ടുള്ളത്. ഈ ഭാഗത്താണ് വാർഡ്രോബ് സ്പേസ് നൽകിയിരിക്കുന്നത്. ഒരു മോഡേൺ സ്റ്റൈലാണ് വാർഡ്രോബിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് സോഫ യൂണിറ്റ് നൽകിയിട്ടുണ്ട്. 2 ഭാഗത്ത് ഇതേപോലെ ഓട്ടോമൻ പപ്പി ചെയർസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഒരു ബ്ലൂ കളർ ഈ ഒരു ഓഫ് വൈറ്റ് കളറിനോട് കോൺട്രാസ്റ്റ് ചെയ്തുകൊണ്ടാണ് അവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാളിൽ PVD കോട്ടൺ ആയിട്ടുള്ള ഒരു ഗ്രിൽ വർക്ക്, ഇതേപോലെ ഒരു ആർട്ട് വർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് 2 ഭാഗത്ത് നൽകിയതുകൊണ്ട് തന്നെ ഒരു ലക്ഷറി ഫീല് ഈ ഒരു ഹെഡ് ബോർഡിന് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഷാൻലിയർ ലൈറ്റും ഈ ഒരു ബെഡ്റൂമിൻ്റെ സെൻട്രൽ പോർഷനിൽ നൽകിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വാം ടോണിൽ ആ ഒരു ഷാൻലിയർ ലൈറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ലാസ്റ്റ് ബെഡ്റൂം, അതായത് 6ാമത്തെ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ ഒരു പാസേജ് സ്പേസിൽ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോഫ സീറ്റേഴ്സ് ആണ് നൽകിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സോഫ ഡിസൈൻസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. നോക്കൂ, ഈ ഒരു രീതിയിൽ 3 പേർക്ക് ഇവിടെ ഇരിക്കാം, 3 പേർക്ക് ആ ഭാഗത്തും ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് സോഫ സീറ്റേഴ്സ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ബാക്കിൽ ലാമിനേറ്റ്സ് ആണ് പാനലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതൊക്കെ പ്ലൈവുഡിൻ്റെ മുകളിൽ ലൂവർ ടൈപ്പിൽ
ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നേരെ നമ്മൾ ബെഡ്റൂമിന്റെ ഡിസൈനിലേക്ക് പോവുകയാണെങ്കിൽ മാസ്റ്റർ ബെഡ്റൂമിന്റെ തൊട്ട് മുകളിലാണ് ഈ ഒരു ബെഡ്റൂം സ്പേസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു ബെഡിന് ലഭിച്ചിരിക്കുന്നത്. ഇത് കിഡ്സ് ബെഡ്റൂമിന്റെ തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ബട്ടർഫ്ലൈയുടെ എഫക്റ്റ് ആണ് ഇവിടെ ഹെഡ് ബോർഡിന് നൽകിയിരിക്കുന്നത്. നമുക്ക് വെറൈറ്റി ആയിട്ട് സെറ്റ് ചെയ്തിട്ടില്ലേ. വാളില് ഇതേപോലെ ഒരു ഗോൾഡൻ ബോർഡർ നൽകിയിരിക്കുന്നു. അതിന്റെ സെന്റർ ഭാഗത്ത് കുഷൻ വർക്ക് ചെയ്തിട്ട് ആ ഒരു ബട്ടർഫ്ലൈയുടെ വിങ്സ് പോലെ ചെയ്തു വെച്ചിരിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന കേർട്ടൻസ് ആണെങ്കിലും ബെഡ്റൂം ഫർണിഷിങ്സ് ആണെങ്കിലും ഒക്കെ ഒരു പിങ്ക് ഷെയ്ഡാണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഫുൾ ലെങ്തിൽ കർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു സ്റ്റഡി ടേബിൾ നൽകിയിട്ടുണ്ട്. ഒരു കൺസോൾ യൂണിറ്റ് ഇവിടെ നൽകിയിരിക്കുന്നു. അതിൽ ലാമിനേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ വാർഡ്രോബ് സ്പേസ് സെപ്പറേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വാർഡ്രോബ് ഏരിയ നൽകിയിരിക്കുന്നു. ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്. ഈ ഒരു വീട്ടിൽ ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഫുൾ അക്കോസ്റ്റിക്കലി ഇൻസുലേറ്റഡ് ആയിട്ടാണ് ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെയാണ് സ്ക്രീൻ നൽകിയിരിക്കുന്നത്. ഈ കാണുന്നതെല്ലാം നമുക്ക് റിക്ലൈനർ ചെയറുകളായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഒരുപാട് ആളുകൾക്ക് ഇരുന്ന് TV കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു ഹോം തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല സൗണ്ട് എഫക്ട്സ് ഉണ്ട്, നല്ല വിഷ്വൽ ക്വാളിറ്റി, നല്ല ലൈറ്റ് എഫക്റ്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇവർ ചെയ്തിരിക്കുന്ന വർക്ക് നമ്മൾ പൂർണ്ണമായിട്ട് ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഏകദേശം 6 ബെഡ്റൂമുകൾ, അതേപോലെ ഹോം തിയേറ്റർ, ലിവിങ് റൂമുകൾ, ഫോർമൽ ലിവിങ്ങും ഫാമിലി ലിവിങ്ങും ഡൈനിങ്, കിച്ചൺ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ വർക്കിനെ കുറിച്ചും നിങ്ങളുടെ സർവീസിനെ കുറിച്ചും കൂടുതൽ ക്ലാരിറ്റി ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോദ്യങ്ങൾ കൂടെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ പൊതുവെ റെസിഡൻഷ്യൽ പ്രൊജക്റ്റുകൾ മാത്രമാണോ, അല്ലെങ്കിൽ കൊമേഴ്ഷ്യലും റെസിഡൻഷ്യലും എല്ലാ തരത്തിലുള്ള പ്രൊജക്റ്റുകളും നിങ്ങൾ ചെയ്യുമോ? നമ്മൾ റെസിഡൻഷ്യലും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ വർക്കുകളും ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്കിപ്പം ഇത്ര സ്ക്വയർ ഫീറ്റിന് മുകളിലേക്കുള്ളത് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ഒക്കെ വെക്കാറുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു റിക്വയർമെന്റ് ഞങ്ങൾ വെച്ചിട്ടില്ല. നമ്മൾ ഏത് രീതിയിലുള്ള വർക്കുകളായാലും നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പം 4 സ്റ്റാർ ഹോട്ടൽസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2000 മുതൽ മേളിലോട്ടുള്ള എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നു. നിങ്ങൾ ചെയ്യാം. അപ്പം നമ്മളിപ്പം ഈ ആർക്കിടെക്റ്റുകൾ നിങ്ങളുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി, അതായത് നിങ്ങളുടെ കയ്യിൽ മെഷീനറീസ് ഉണ്ട്, നിങ്ങളൊരു ഇൻറ്റീരിയർ ഫാക്ടറി ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്, ഫുൾ വർക്കുകൾ നിങ്ങൾക്ക് ഫാക്ടറിയിൽ നിന്ന് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന ആർക്കിടെക്ട്സ് അല്ലെങ്കിൽ ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഒക്കെ ഉണ്ടാവും. അവരുടെ കയ്യിൽ ഫാക്ടറി ഇല്ലെങ്കിൽ നിങ്ങളുമായിട്ട് സഹകരിച്ച് വർക്ക് ചെയ്യാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും അവർക്ക് വേണ്ടുന്ന റിക്വയർമെൻറ്റ് നമുക്ക് തരുവാണെന്നുണ്ടെങ്കിൽ ഇൻക്ലൂഡിങ് മെറ്റീരിയൽ അടക്കം നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അവർക്ക് കട്ട് ലിസ്റ്റ് പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് മെറ്റീരിയൽ നമുക്ക് എല്ലാ ജോബ് വർക്ക് സർവീസുകളും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും, അതായത് ഒരു ഇന്റീരിയർ ഡിസൈനർ ഡിസൈനുമായിട്ട് നിങ്ങൾ അപ്രോച്ച് ചെയ്താൽ ബാക്കിയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾ പ്രൊവൈഡ് ചെയ്യും. മെറ്റീരിയൽസ് ആണെങ്കിലും അതിന്റെ മെഷീനറി വർക്ക്സ് ആണെങ്കിലും ഇൻസ്റ്റാളേഷൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾ സപ്പോർട്ട്. അതിന്റെ പ്രൊസീജിയർ പ്രസ്സിങ്, കട്ടിങ്, എഡ്ജ് ബാൻഡിങ്, അതുപോലെ തന്നെ ബോറിങ്, ഇതെല്ലാം ചെയ്ത് അവർക്ക് വേണ്ട ആ കറക്റ്റ് റിക്വയർമെന്റ് നമ്മൾക്ക് കൺവേ ചെയ്യുക. അതിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റ് നമ്മൾ അവർക്ക് കൊടുക്കുന്നുണ്ട്. നിലവിൽ അങ്ങനെ കുറച്ച് ആർക്കിടെക്ട്സ്, അതുപോലെ തന്നെ ഫ്രീലാൻസ് ഇൻറ്റീരിയർ ചെയ്യുന്ന ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് എല്ലാം നമ്മളോട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഫാക്ടറിയിൽ എന്തൊക്കെ തരത്തിലുള്ള സൗകര്യങ്ങളാണ് നിങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് പറയാമോ? ഫാക്ടറിയിൽ നമുക്ക് ഈ ഏകദേശം അറൗണ്ട് ഒരു 6000 സ്ക്വയർ ഫീറ്റ് അങ്ങനെ ഏരിയ വരുന്ന ഫാക്ടറിയാണ് നമ്മളുള്ളത്. അപ്പം അതിൽ ഈ മെഷീൻ വർക്ക്സ്, ലാമിനേറ്റ് പ്രസ്സിങ്, അതുപോലെ ബോർഡ് കട്ടിങ്, എഡ്ജ് ബാൻഡിങ്, ബോറിങ്, ഇത് ചെയ്യാനായിട്ടുള്ളൊരു ഏരിയ ഉണ്ട്. അത് കൂടാതെ നമുക്ക് അസംബ്ലിങ്ങിനായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. മെറ്റീരിയൽ സ്റ്റോറേജിനായിട്ട്, അത് പ്ലൈവുഡ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യാനായിട്ട് അതിന് സെപ്പറേറ്റ് ഏരിയ ഉണ്ട്. അത് കൂടാതെ എഡ്ജ് ബാൻഡ്, അതുപോലെ ആക്സസറീസ്, ഞാൻ ഈ പറഞ്ഞ എപ്കോ, ഹെറ്റിക് അങ്ങനെയുള്ള ബ്രാൻഡഡ് ആക്സസറീസ്, അതുപോലുള്ള ഐറ്റംസ് സ്റ്റോർ ചെയ്യാനായിട്ട് സെപ്പറേറ്റ് സെക്ഷൻ ഉണ്ട്. കൂടാതെ ഡിസൈൻ സെക്ഷൻ, എസ്റ്റിമേഷൻ, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെയെല്ലാം വരുന്നത് പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ്. ശരിക്കും എക്സാക്ട്ലി എവിടെയാണ് നിങ്ങളുടെ കമ്പനി വരുന്നത് എന്നുള്ളൊരു ഡീറ്റെയിൽസ്? ഞങ്ങൾ കൊല്ലം ജില്ലയിൽ കൊല്ലം ടൗണിൽ ബോർഡറിലാണ് ഞങ്ങൾ 24 കിലോമീറ്റർ വരുമ്പോഴാണ് നമുക്ക് പാരിപ്പള്ളി വരുന്നത്. പാരിപ്പള്ളിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റേഴ്സ് ഉള്ളിലായിട്ടാണ് എഴുപ്പുറം എന്ന് പറയുന്ന സ്ഥലം. എഴുപ്പുറത്താണ് നമ്മുടെ ഫാക്ടറിയും ഓഫീസും ലൊക്കേറ്റ് ചെയ്യുന്നത്. അതെ. ഇതിന്റെ ഒരു ക്വാളിറ്റി ഇൻഷുറൻസ് നിങ്ങൾ എങ്ങനെയാ കസ്റ്റമേഴ്സിന് കൊടുക്കുക? പ്ലേക്ക് 25 ഇയേഴ്സ് വാറന്റി ഉണ്ട്. കൂടാതെ നമ്മളെ പ്രോഡക്റ്റിന് നമ്മൾ 5 ഇയേഴ്സ് റീപ്ലേസ്മെന്റ് വാറന്റിയാണ് കൊടുക്കുന്നത്. റീപ്ലേസ്മെന്റ് വാറന്റി നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റുകൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മൾ അത് റീപ്ലേസ് ചെയ്ത് ഫ്രീ ഓഫ് കോസ്റ്റ്
മാനുഫാക്ചറിങ് ഡിഫക്റ്റ് കൊണ്ട് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഫ്രീ ഓഫ് കോസ്റ്റ് റീപ്ലേസ് ചെയ്ത് കൊടുക്കും. ഇനി ഒരു പ്രൊജക്ട് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ്റനൻസ് സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? കൊടുക്കുന്നുണ്ട്. നമ്മൾ 3 years നമുക്ക് വൺസ് ഒരു പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന 3 years പീരിയോഡിക് ആയിട്ട് നമ്മൾ സർവീസ് കൊടുക്കും. സാധാരണ എല്ലാവരും 1 വർഷം കൊടുക്കാം. ഇല്ല, നമ്മൾ 3 years കൊടുക്കുന്നത്. അത് നമ്മളെ ക്ലയന്റ് വിളിച്ചില്ലെങ്കിലും ഓഫീസിൽ നിന്ന് ക്ലയന്റിനെ ബന്ധപ്പെട്ട് 1 year ആയി പ്രോജക്റ്റ് ഹാൻഡ് ഓവർ ആയിട്ട് 1 year ആയിട്ടുണ്ട്, സോ നമ്മളെ സർവീസിൻ്റെ ടൈം ആയിട്ടുണ്ട് എന്ന് ഫാക്ടറിയിൽ നിന്ന് അതിൻ്റെ ടീം പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ സർവീസ് ചെയ്ത് വരും. ഈ ഒരു 5 വർഷത്തിൽ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻസും ക്ലയന്റിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഇപ്പൊ നാട്ടിലില്ലാത്തൊരു വ്യക്തിയാണെന്ന് കരുതുക, അപ്പൊ നിങ്ങളെ നേരിട്ട് വന്ന് കാണാനുള്ള അസൗകര്യമുള്ള വ്യക്തിയാണെങ്കിൽ അവർക്ക് നിങ്ങളെ വീഡിയോ കോൺഫറൻസ് വഴിയോ ഓഡിയോ കോൾ വഴിയോ അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ട് അവരുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഇന്റീരിയർ വർക്കുകളൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ? തീർച്ചയായും. നമുക്കുള്ള 80% ക്ലയൻസും NRIs ആണ്, പ്രവാസികളാണ്. ഓ ശരി. അതിൽ മെയിൻ കാര്യം ഞങ്ങൾ രണ്ടും പ്രവാസികളായിരുന്നു. ഞാൻ UAE 12 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്, അഭിനന്ദ് സൗദിയിലായിരുന്നു. അപ്പം ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൽ ഒരു സ്വപ്നമാണ് ഒരു വീട്. അപ്പം അയാളെ ജീവിത കാലയളവിൽ ഉണ്ടാക്കുന്ന സമ്പാദ്യത്തിൻ്റെ ഭൂരിഭാഗവും അതിനു വേണ്ടിയാണ് ചിലവാക്കുന്നത്. അപ്പം നമ്മൾ ഇതുവരെയുള്ള എല്ലാ ക്ലയൻസും നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ്. ആ ക്ലയൻസിൻ്റെ റെഫറൻസിലാണ് ഇന്നുവരെ നമുക്ക് വർക്ക് വന്നിട്ടുള്ളത്. അത് നമ്മൾ അവർക്ക് സാറ്റിസ്ഫൈ ആവുന്ന രീതിക്ക് തന്നെ ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം ഈ പറഞ്ഞ ചോദ്യം നമ്മൾ ഫസ്റ്റ് ഫോൺ ത്രൂ അങ്ങനെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ക്ലയൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവരെ റിക്വയർമെൻറ്റ് മനസ്സിലാക്കി അത് ജെന്യുവിനായിട്ട് എല്ലാം ചെയ്ത് കൊടുക്കും. അപ്പം നമ്മൾ ക്ലയൻറ്റിന് കൊടുക്കുന്ന ഒരു അഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വന്തം വീട് എങ്ങനെയാണോ നമ്മൾ ചെയ്യുന്നത് ആ രീതിക്ക് ഞങ്ങൾ ചെയ്തു തരും. അപ്പോൾ ഈ ഹൗസ് ഓണർ റിയാസ് ഭായിയും ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഞാൻ അവിടെ ഇല്ല, ഞങ്ങൾ ഇത് വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും കാണത്തില്ല, ഇത്രയും വലിയൊരു പ്രോജക്റ്റാണ്, നിങ്ങളെ വീട് എങ്ങനെയാണോ നോക്കി ചെയ്യുന്നത് അതുപോലെ ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു കൊടുത്ത് അവരെല്ലാവരും 100% ഇതേ ഒരു സ്പിരിറ്റോട് കൂടെ തന്നെ തുടർന്ന് വരുന്ന കസ്റ്റമേഴ്സിന് സർവീസ് കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ അതുപോലെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു അവസരം തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു. തീർച്ചയായിട്ടും താങ്ക് യു.